നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കോട്ടയത്ത് ലുലുമാൾ എത്തുന്നതോടെ പഠനം മുടങ്ങി ഭാവി തുലാസിലായിരിക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കാണ്. കോട്ടയം മണിപ്പുഴയിലെ ബെൽമൗണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 108 വിദ്യാർത്ഥികളുടെ പഠനമാണ് സ്കൂൾ പൂട്ടുന്നതോടെ മുടങ്ങുന്നത്. മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ സ്കൂൾ അടച്ചുപൂട്ടുന്നു എന്ന വിവരം പുറത്തായതോടെ രക്ഷകർത്താക്കളും അധ്യാപകരും ഉൾപ്പെടെയുള്ള സമൂഹം വളരെ ആശങ്കയിലാണ്. ഇന്ന് സ്കൂളിൽ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങുവാനെത്തിയ രക്ഷകർത്താക്കളാണ് ഈ വാർത്ത കേട്ട് ഞെട്ടിയത്. തുടർന്ന് ഇവരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം നൽകി. മുൻപ് പല തവണകളിലായി സ്കൂളിൽ യോഗങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിലും ആ യോഗങ്ങളിലൊന്നും തന്നെ സ്കൂൾ അടച്ചുപൂട്ടുന്നതിനെ സംബന്ധിച്ച് സ്കൂൾ അധികൃതർ സൂചിപ്പിച്ചിരുന്നില്ല എന്നാണ് രക്ഷകർത്താക്കളുടെ ആരോപണം. LKG മുതൽ 10ാം ക്ലാസ് വരെയാണ് സ്കൂളിലുള്ളത്. ഈ കുട്ടികളുടെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണെന്നവർ. സ്കൂൾ അടച്ചുപൂട്ടുന്നതിന് കാരണമായി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് തക്കതായ പണമില്ല, സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പണമില്ല എന്നതാണ് അവരുടെ പക്ഷം. പക്ഷേ സ്കൂൾ അടച്ചുപൂട്ടുന്നത് ലുലുമാളിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണെന്നും ലുലുമാളിൽ ജീവനക്കാരായെത്തുന്നവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്കൂൾ നിലവിൽ ഇപ്പോൾ അകാരണമായി അടച്ചുപൂട്ടുവാൻ അധികൃതർ തയ്യാറെടുക്കുന്നത് എന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്തുതന്നെയായാലും കോട്ടയത്ത് ലുലുമാൾ എത്തുന്നതോടെ നാളെയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകളുടെ ഭാവി കൂടിയാണ് തുലാസിലാകുന്നത്. ഇതിന് ആര് മറുപടി പറയും? ഇവരുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാകും? വലിയ ആശങ്കയിലാണ് രക്ഷകർത്താക്കളും അതുപോലെ തന്നെ അധ്യാപകരും. ലുലുമാൾ എത്തുന്നതോടെ നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കുമെങ്കിലും അടച്ചുപൂട്ടപ്പെടുന്നത് അക്ഷരം പഠിപ്പിക്കുന്ന, വിദ്യ പഠിപ്പിക്കുന്ന വിദ്യാലയമാണ്. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും കൗതുകരമായ വസ്തുതയും. എന്തു തന്നെയായാലും രക്ഷകർത്താക്കളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 10 മണിക്ക് സ്കൂളിലെത്തിയാൽ കുട്ടികളുടെ ഡൊണേഷൻ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരികെ നൽകാമെന്ന് സ്കൂൾ അധികൃതർ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനു പിന്നാലെ തങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇവരും സ്കൂൾ അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ അവരുടെ മുടങ്ങിൽ കിടന്ന ശമ്പളം ഉൾപ്പെടെ നൽകാം എന്ന തീരുമാനത്തിലാണ് സ്കൂൾ അധികൃതർ. എന്തു തന്നെയായാലും നാളെ രാവിലെ 10 മണിക്ക് സ്കൂളിലെത്തുന്ന രക്ഷകർത്താക്കൾക്ക് തങ്ങളുടെ കുട്ടികളുടെ ഭാവി എന്താകും എന്ന ആശങ്കയ്ക്കുള്ള മറുപടി ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. കോട്ടയത്ത് നിന്നും ടീം ജാഗ്രത.